പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന സമ്പത്തിനെ കുറിച്ച് യെശയ്യായുടെ പുസ്തകം 33-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവിടുന്നാണ് നിന്റെ ആയുസ്സിൻ്റെ ഉറപ്പ്, രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. ഈശോയിൽ പ്രിയരെ, ദൈവഭക്തി എന്താണെന്ന് സുഭാഷിതങ്ങൾ 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അഹംഭാവം, ഗർവ, ദുർവചനം, ദുർമാർഗം എന്നിവ ഞാൻ വെറുക്കുന്നു. ദൈവഭക്തി മനുഷ്യ ജീവിതത്തിൽ എന്തുകൊണ്ടും നല്ലതാണ്. സങ്കീർത്തനം 32-ൽ നാം വായിക്കും, ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ, കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. സങ്കീർത്തനം 97. സങ്കീർത്തകൻ പറയുന്നു, തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു. ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവിടുന്ന് അവരെ മോചിപ്പിക്കുന്നു. പ്രഭാഷകനിലൂടെ കർത്താവ് തൻ്റെ മക്കളെ ഓർമ്മിപ്പിക്കുന്നു. പ്രഭാഷകൻ 16-ാം അധ്യായത്തിൽ, കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്, ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും വരുന്നു. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളേക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാവുന്നതിനേക്കാൾ ഭേദം അനപത്യനായി മരിക്കുന്നതാണ്. സഭാപ്രസംഗകൻ 8-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, 100 തവണ തിന്മ ചെയ്തിട്ടും ദുഷ്ടന്റെ ജീവിതം സുദീർഘമാണെങ്കിലും ദൈവഭക്തനെല്ലാം ശുഭമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭക്തിയോടെ വ്യാപരിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവഭക്തിയാകുന്ന സമ്പത്ത് നമ്മുടെ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും വീതം വെച്ച് കൊടുക്കണം. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം വാക്യം ഇതാണ്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവമക്കളെ, നശിക്കാതിരിക്കാൻ ദൈവം നൽകുന്ന സമ്പത്തിനു വേണ്ടി ആഗ്രഹിക്കാം, കൊതിക്കാം. ദൈവം നൽകുന്ന സമ്പത്തായ ദൈവഭക്തി സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.